ബാങ്കുകാരുടെ മുമ്പിൽ കൊണ്ട് എറിഞ്ഞു കൊടുക്ക്. അച്ഛൻ തന്നു എന്ന് പറ. 2,86,000. അയ്യോ എനിക്ക് തലയ്ക്ക് ക്യാൻസറായിരുന്നു. ക്യാൻസറായിട്ട് ചെന്ന് പിന്നെ കടവും വിലയൊക്കെ മേടിച്ച് എൻ്റെ മകനാണ് എന്നെ തിരക്കിക്കൊണ്ടിരുന്നത്. മകൻ പോയി, ഭർത്താവ് അറ്റാക്ക് വന്ന് ചത്തുപോയി. ആ കടം ഇപ്പം 2,86,000 എന്നും പറഞ്ഞ് എന്നെ എന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏതോ ഇതാണ് നമ്മളെ ടോണി അച്ചായൻ. ടോണി അച്ചായൻ എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലും ഇൻഫ്ലുവൻസറായിട്ടും 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 40 വരെ സ്വർണ്ണക്കടയുണ്ട്, ഗോൾഡ് ഷോപ്പുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇയാളെ നേരത്തെ എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി, ഒരുപാട് സന്തോഷവും രണ്ടും ഒന്നിച്ചായി. ഒന്നാമത് പറയുന്നത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്ക് ടോണി അച്ചായൻ തന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടത്തേക്ക് ടോണി അച്ചായൻ അങ്ങനെ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ പെണ്ണുങ്ങൾ കാണുമ്പോൾ സങ്കടമായി. വീണ്ടും ആ പെണ്ണുങ്ങളൊരു സന്തോഷക്കണ്ണീര് കാണുമ്പോഴത്തേക്ക് എന്ത് പറയാനാ, പണം ഉണ്ടാ പോലെ ഒരുപാട് മുതലാളിമാരുണ്ട്. പണം ഉണ്ടായ പണത്തിന് വീണ്ടും പലിശ കൊടുത്ത് വീണ്ടും പണം ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ ടോണി അച്ചായനെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിൽ വേണം. ഈ ടോണി അച്ചായൻ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. പിന്നെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പണം ഉണ്ടാ പോലെ സഹായിക്കുന്ന ഒരു മനസ്സും കൂടി വേണം. അത് നല്ലോണം ഉണ്ട്. ഇനി ടോണി അച്ചായൻ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ ആവട്ടെ എന്ന് എല്ലാ ആൾക്കാരും പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ പോലും അറിയാത്തൊരു പ്രാർത്ഥനയില്ലേ, അത് വല്ലാത്തൊരു പ്രാർത്ഥന. പണം കൊടുത്തില്ല, അങ്ങനത്തെ കൊടുത്തില്ല, അറിയാതെ ഒരു ആൾക്കാർ പഠിക്കുക. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു എന്ത് പറയുമ്പോഴത്തേക്ക്, ദൈവമേ ഈ അച്ചായന് വീണ്ടും സമ്പത്ത് കൊടുക്കണേന്ന്. അതുപോലത്തെ ഓരോരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. ഇനി ടോണി അച്ചായ പിടിച്ചാക്കിയിട്ടില്ല. ഒരുപാട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ടോണി അച്ചായനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു മനസ്സുള്ളൊരു വ്യക്തിയാണ്, വല്ലാത്ത സഹായിക്കുന്നൊരു വ്യക്തിയാണെന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ പറയുമ്പോഴത്തേക്കും ഇതുവരെ അയാൾ വീട്ടിലെവിടെയും വന്നിട്ടില്ല. ഇതെന്തോ ഇതിൽ വന്നതാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ ജനങ്ങൾ അറിയണം. ഇതൊക്കെ ജനങ്ങൾക്കൊരു പാഠമാവണം. വീണ്ടും ഒരുപാട് ഞാൻ ഇഷ്ടംപോലെ മുതലാളിമാരെ കണ്ടിട്ടുണ്ട്. ഗോൾഡ് ഷോപ്പിന് ഇഷ്ടംപോലെ മുതലാളിമാരെ കണ്ടിട്ടുണ്ട്. അവന്മാരൊക്കെ ഉണ്ടല്ലേ, അവന്മാരുടെ പേരിനും പ്രശസ്തിനും മാത്രമാണ് ഇതുപോലെ പ്രവർത്തിക്കുന്നത്. ഈ ടോണി അച്ചായൻ അതൊന്നല്ല. ടോണി അച്ചായൻ ഉള്ളതിൻ്റെ നല്ലൊരു സംഖ്യ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നത് പണ്ടേ ശീലിച്ചൊരു വ്യക്തിയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം പണ്ടേ ശീലിച്ചൊരു വ്യക്തിയാണ് ടോണി അച്ചായന്. എന്നറിയാം, നിസ്സാരം എന്നൊരു വ്യക്തിയാണ്. ഞാൻ ദുബായിൽ ഒരുപാട് സംസാരിച്ചു. 2 ദിവസം കാര്യങ്ങൾ ഒന്നിച്ചുണ്ടായതാ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്നും എനിക്ക് തപ്പിച്ച് കാണുന്നില്ല. എൻ്റെ വല്ലവരും ഉണ്ടാവണം. എന്നാലും ആ സമയത്ത് തന്നെ വല്ലാത്തൊരു രസികനാണ്, നല്ലൊരു കോമഡിക്കാരനാണ്. അതുപോലത്തെ നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. എന്ന് നന്ദി, നമസ്കാരം.